പാലക്കാട് വടകരപ്പതി ആട്ടേമ്പതിയിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. സംഭവത്തിൽ യുവാക്കളെ ചോദ്യം ചെയ്യുന്നു. ആട്ടേമ്പതി സ്വദേശിനിയായ സരസാൾ എന്ന വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടിയതായാണ് സംശയം. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് ഇങ്ങനൊരു സംശയം ഉയരുന്നത്? ഏതൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ? എങ്ങനെയാണ് ഇതുമായി സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നത്? കഴിഞ്ഞ ജൂൺ 10-നാണ് സരസാളിനെ കൊഴിഞ്ഞാമ്പാറയിലുള്ള ഈ വീട്ടിൽ നിന്ന്, ഇവിടെയാണ് അവർ താമസിച്ചിരുന്നത്, ഇവിടെ നിന്ന് കാണാതാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് സമീപവാസികളായിട്ടുള്ള ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. അങ്ങനെയാണ് ഈ സംശയത്തിനെ ഇടയാക്കുന്ന സാഹചര്യം. ഈ വീട്ടിൽ വച്ച്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് വെച്ച്, ഇവിടെ വെച്ച് സരസാളിനെ കൊലപ്പെടുത്തി അതിനുശേഷം സമീപത്തുള്ളൊരു ബാത്റൂമിൽ കൊണ്ടുപോയി, കുളിമുറിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കത്തിച്ചു. മൃതദേഹം കത്തിച്ചതിന് ശേഷം കുഴിച്ചു മൂടി എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കുറച്ച് പ്രദേശവാസികൾ ഇവിടെ ചേരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് സരസാലിനെ കണ്ടത്? ഞങ്ങൾ കണ്ടിട്ട് കുറേയായി സമയം, ഒരു മാസം മേലെ തന്നെ ഉണ്ട്. ഒരു മാസം 1.5 മാസം ആകും. ഇവിടെയാണോ താമസിച്ചിരുന്നത്? ഇവിടെ തന്നെ താമസിക്കും. പിന്നെ മകളുടെ അവിടെ പോകും, പേരക്കുട്ടിന്റെ അവിടെ പോകും. 2 ദിവസം ഇരിക്കും, 3-ാം പക്കം വരും. അത് തന്നെ ഞങ്ങൾക്കറിയും. ഞങ്ങൾ തൊഴിലുറപ്പിന് പോയാൽ വൈകിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പകല് കാണാനുള്ളത് സാധിക്കുന്നില്ല. അവിടെ ആരാ താമസിക്കുന്ന? അവിടെ വന്ന് മൊറം കൂടെയൊക്കെ ഉണ്ടാക്കുന്നവരാണ് കുറവർ. അവര് നേരത്തെ തള്ളയും കളവനിരുന്നു. അത് മരിച്ചപ്പോ മകനും മരുമകളും പേരക്കുട്ടികളും വന്നിരുന്നു. ഇരുന്നും കണ്ട് അവർക്ക് ഇവിടെ പറഞ്ഞാണ്ട് നാട്ടിലേക്ക് തന്നെ, പിന്നെ തമിഴ്നാട് പോയിട്ട് അവർ എപ്പോൾ വരും എപ്പോൾ പോകുന്നു നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മ വയറ്റ് കൊടുമ്പക്ക് പോവുകയല്ലേ. അതുകൊണ്ട് ഇപ്പൊ വന്നിട്ട് തന്നെ അതങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞത് തന്നെ അറിഞ്ഞു. ഇപ്പൊ ഈ സംഭവമൊക്കെ കഴിഞ്ഞ പിന്നെ തന്നെ അവർ വന്ന് ഒരു പെൺകുട്ടിനെയും കൂട്ടിയിട്ട് വന്ന് ഇവിടെ 2-3 ദിവസം ഇരുന്നു പോയി. ഇന്നമാതിരി സരസാളിനെ കാണാല പറഞ്ഞ മകള് വന്നിട്ടാണ് ഈ വിവരമൊക്കെ വെളിപ്പെടുത്തിയത്. ഇപ്പൊ അവരില്ല, അവരും വന്നില്ല. ഞങ്ങൾ അവരുടെ മകള് വന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞത്. ആൾ കിടക്കില്ല. മകളാണോ സരസാൾ? മകളാണ്. ഇപ്പൊ 1 മാസം ആച്ചു, പോണ 10-ാം തീയതി. அதான் அம்மா வந்து ஒரு 10 சீலை கேட்டிருக்கிறாங்க. அந்த பசங்க 10 சீலை அம்மா பழைய சீலை கொடுத்துருக்காங்க. பைசா வந்து அந்த பசங்க கொடுக்க மாட்டேன்ட்டானுங்களாமா. பைசா கேட்டுக்கிறாங்க, பைசா கொடுக்கலையாமா. கடன் எல்லாம் ஒண்ணு கொடுக்கல. சாரி அது எங்களுக்கு தெரியாது. பக்கத்து வீட்டுல சொல்லிருக்காங்க. பக்கத்து வீட்டு அக்கா எங்களுக்கு சொன்னாங்க. சாரி கொடுத்து சாரிக்கு பணம் அவங்க கொடுக்கல. அதனாலதான் சாரி பணம் கேட்டதுனால டார்ச்சல்னால அந்த பையன் அடிச்சுட்டானோ. இன்னும் சொர்ண மூக்குத்தி 2 ஒண்ணு போட்டிருக்கு. அதுக்கு அது இல்லையாம அதையும் போய் எடுத்துட்டாங்கன்னு நினைக்கிறேன். அதனால பண்ணிட்டானுங்களோட தெரியுது. மூக்குத்தி மாத்திரம் தான் உண்டு, வேற சொர்ணம் இல்ல. அதுதான் தெரியல எதனால இந்த பசங்க இப்படி பண்ணாங்கன்னு தெரியல. ஆனா இதுக்கு ஒரு நியாயம் கிடைச்சே ஆகணும். வேற வேலையே இல்ல. எப்படி இந்த வயசான அம்மாவை எப்படி இவங்க இப்படி பண்ணலாம்? இதுக்கு ஒரு நான் தமிழ்நாடானு அம்மா காணலேருந்து 1 மாசம் தான். 1 மாசம் ஆயிட்டு கையில் அடிபட்டு இருக்கிறாங்க. அதனால அவனுக்கு எதுவுமே பண்ண முடியாது. சாப்பாடு கூட சமைக்க முடியாது அவங்கனால. கைக்கு அவங்க கீழே விழுந்துட்டாங்க. இந்த தண்ணி எடுக்கும் போது கை பொட்டிருச்சு. அதனால சாப்பாடு ஆக்க முடியாதுன்னு நாங்க தான் டெய்லி கொண்டு வந்துட்டு இருக்கிறோம். ஆனா அந்த மாதிரி இவங்க இப்படி பண்ணிருக்கிறாங்கன்னா என்ன இதுக்கு ஒரு காரணம்? இதுக்கு ஏதோ ஒரு பதில் கிடைச்சே ஆகணும். எங்களுக்கு நியாயம் கிடைச்சே ஆகணும். அதெல்லாம் எங்களுக்கு தெரியுங்க. 2 பசங்க தான் வருவாங்களாமா பாட்டி வீட்டுக்கு. வந்துட்டு 2 நாளைக்கு இருந்துட்டு போவாங்களாமா. வந்துட்டு போனா ஒரு வயசான அம்மாவை இப்படி பண்ணலாமா? வீங்க இது என்ன ஒரு நியாயம்? இதுக்கு நியாயம் கிடைச்சே ஆகணும். இதுக்கு வேற വഴിയേ ഇല്ല. സരസാളിന്റെ മകളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന അമ്മയെ കാണാതായിട്ട് 1 മാസമായി. അതിനുശേഷം പോലീസിൽ പരാതി നൽകി എന്നുള്ളതാണ്. എന്താണ് കാരണം? ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ സ്വർണം കാര്യമായി മറ്റ് സ്വർണ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങിയാലാണ് ഈ സരസാളിനെ കത്തിച്ച സ്ഥലം എന്ന് പറയുന്ന സ്ഥലം. ഇത് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ പോലും തികച്ചില്ല. അവിടെയാണ് ഈ സരസാളിനെ ഇവിടെയുള്ള കുളിമുറിയിൽ വച്ചാണ് കത്തിച്ചതായി സംശയിക്കുന്നത്. അതിനുശേഷം ഈ വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നുള്ളതും പോലീസ് സംശയിക്കുന്നു. ഇതിപ്പോൾ ഈ മൃതദേഹം എടുത്തതിന് ശേഷം മാത്രമേ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. പോലീസ് ഇപ്പോഴും ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നില്ല. എങ്കിൽ ഇത്തരത്തിലൊരു സംശയമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവരിവിടെയുണ്ട്. തുണിയിൽ കെട്ടി
കത്തിച്ചാണ് ചെയ്തത്. കത്തിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ചായപ്പോൾ അവർ ബാക്കിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടി ബാക്കിയുള്ള സാധനങ്ങൾ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ കത്തിച്ച് കളഞ്ഞതിന് ശേഷം അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ള മൊഴി. രണ്ട് പിള്ളേരെ കൂടിയിട്ടാണെന്ന് പറഞ്ഞു. ഒരു വിവരം അതറിയില്ല. ഇവിടെ തന്നെയാണ് ഈ തൊട്ട വീട്, ഈ വീട്ടിൽ വെച്ചിട്ടാണ് പ്രതിയുടെ വീട്. അതെ, മുത്തുകുമാറാണ് പ്രധാന പ്രതി. 17 വയസ്സുകാരന്റെ വീട് വേറൊരാളും കൂടി ഉണ്ടല്ലോ, അയാൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്ത് തന്നെയാണ്. പ്രദേശവാസികൾ വാർഡ് മെമ്പറുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. അവരും സമാനമായിട്ടുള്ള ആരോപണം തന്നെയാണ് നിലവിൽ ഉന്നയിക്കുന്നത്. പാലക്കാട് വടകരപ്പാതി അട്ടയമ്പതിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വയോധിയെ കൊന്നുകുഴിച്ചുമൂടി, സരസാൾ എന്ന വയോധിയെ കുഴിച്ചുമൂടി, കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടിയിട്ടുള്ള സംശയമൊക്കെയാണ് മകളും നാട്ടുകാരും വാർഡ് മെമ്പറും ഉൾപ്പെടെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഗോകുൽ VS ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.